ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് തംബ്നെയിലൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളുടെ ഈദ് വ്ളോഗാണ്. അപ്പോൾ ഈദ് വ്ളോഗൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേറ്റായി. ഓൾമോസ്റ്റ് നെക്സ്റ്റ് ഈദ് ആവാനായി. അപ്പോഴാണ് എനിക്കൊന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞത് കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര എഡിറ്റിംഗ് ഒന്നുമല്ല, എന്തോ അതിനുള്ളൊരു സമയം കിട്ടിയില്ല. അങ്ങനെ തന്നെ ഇപ്പോൾ ആണെങ്കിൽ മോൾക്ക് ഓൺലൈൻ ക്ലാസ്സസും ആണല്ലോ, അപ്പം പിന്നെ നമ്മൾ അവരുടെ കൂടെ തന്നെ ഇരിക്കണം. അപ്പോൾ ആ ഒരു സമയം കിട്ടുന്നില്ല. അപ്പം അങ്ങനെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ലേറ്റായിപ്പോയി. പക്ഷെ എന്നാലും എനിക്ക് ഈ ഒരു ഈദ് വ്ളോഗ് ഇടണം എന്നുണ്ടായിരുന്നു. കാരണം അന്നത്തെ നമ്മളുടെ മെമ്മറീസൊക്കെ പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ നമ്മളുടെ ഈദ് ഷോപ്പിങ്ങും പിന്നെ ഇതിന് വേണ്ടി പ്രിപ്പയർ ആവുന്നതും നമ്മളുടെ ലാസ്റ്റ് റമദാനും അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈദ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നുമല്ല കേട്ടോ ആയിരുന്നത്. കാരണം നമ്മൾ ഇപ്രാവശ്യത്തെ ഈദ് നാട്ടിലാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളതിന് വേണ്ടിയിട്ട് കുറേ മുന്നേ തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ മുന്നേ എന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഇയർ തന്നെ നമ്മൾ ടിക്കറ്റൊക്കെ ബുക്കാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു പെരുന്നാൾക്ക് നമ്മൾ നാട്ടിൽ കൂടാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട്. പക്ഷെ അപ്പോഴാണ് നമ്മൾ ആരും വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ടിക്കറ്റൊക്കെ ക്യാൻസലായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ മോളുടെ സ്കൂളും പിന്നെ ഇപ്പോഴത്തെ ട്രാവൽ ഇഷ്യൂസൊക്കെ കാരണം നമ്മളുടെ ട്രാവൽ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നെക്സ്റ്റ് ഈദിനോ അല്ലെങ്കിൽ ഇനി അടുത്ത വെക്കേഷൻ ആവാൻ ഇനി കുറച്ചും കൂടി ഉള്ളൂ, ഒരു 2 months കൂടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലോങ് വെക്കേഷൻ സമ്മർ വെക്കേഷൻ ആവും. അപ്പോൾ പിന്നെ അപ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമ്മളുടെ ആ നാട്ടിൽ പോക്കൊന്ന് നീട്ടി വെച്ചു. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്ലാനിങ് മൊത്തം തെറ്റി. നമുക്കെല്ലാവർക്കും നാട്ടിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ നാട്ടിൽ പെരുന്നാളിൻ്റെ ഒരു 1 week മുന്നേ എത്തും എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സമയമുണ്ടല്ലോ. അപ്പോൾ നാട്ടിൽ നിന്ന് എടുക്കാമെന്നൊക്കെ പ്ലാൻ ആക്കിയിട്ട് ഞാനങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊന്നും ആർക്കും അങ്ങനെ വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പോകുന്നില്ല എന്ന് കൺഫേം ആക്കിയപ്പോഴാണ് പിന്നെ കുറച്ച് ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത്. അപ്പോഴേക്കും തന്നെ നോമ്പിൻ്റെ ലാസ്റ്റ് 10 days ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പിൻ്റെ അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കിട്ടൊരു സമയമാണ്. കാരണം രാവിലെ ഒന്നും പിന്നെ നമുക്കങ്ങനെ പുറത്ത് പോകാനുള്ളൊരു എനർജി ഒന്നും ഉണ്ടാവില്ല, ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാലാണെങ്കിലും നമുക്ക് തറാവിക്ക് പോകണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഖിയാമുൽ ലൈലിൽ പോകണം. അപ്പോൾ നമുക്കങ്ങനെ കുറേ നേരം ഒരു ഷോപ്പിംഗ് ചെയ്യാനുള്ളൊരു സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന കുറച്ച് സമയങ്ങളിൽ കുറച്ച് ദിവസങ്ങൾ ചെയ്തിട്ടുള്ള ഷോപ്പിംഗാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 1-2 ദിവസത്തെ കുറച്ച് ക്ലിപ്പുകളായിട്ടാണ് ഞാനിതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചായിട്ടാണ് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഡ്രസ്സൊന്നും ഞാൻ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങാമെന്നുള്ള ഒരു പ്ലാനിലായതുകൊണ്ട് തന്നെ ഞാനൊന്നും നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് പോകുന്നില്ല എന്ന് പ്ലാനാക്കിയപ്പോൾ പിന്നെ എനിക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്താൽ കിട്ടുമോയെന്നും അറിയില്ല. പിന്നെ അതുപോലെ തന്നെ അത് കിട്ടിയിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യിക്കാനുള്ളൊരു സമയം എനിക്കുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റെഡിമെയ്ഡ് എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഖാദിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഖാദി നമുക്കിവിടെ അബുദാബി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ദുബായിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ആകുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് റെഡി ടു വെയർ ഓപ്ഷൻസുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ റെഡി ടു വെയർ ആയിട്ടുള്ള എന്തെങ്കിലും നോക്കാൻ തന്നെ വിചാരിച്ചു. എന്തായാലും സ്റ്റിച്ച് ചെയ്യിക്കാനുള്ളൊരു സമയമൊന്നും ഉണ്ടാവില്ല എന്ന് അറിയണതുകൊണ്ട്. ഖാദിയിലാണെങ്കിലും എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടിയില്ല കേട്ടോ. കളക്ഷനൊക്കെ എന്താ പറയുക, അങ്ങനെ ഒരു വലിയൊരു ഇതൊന്നും ഇല്ലാത്ത പോലെ ഒക്കെ ഒരു നമ്മൾ എപ്പോഴും കാണുന്ന ടൈപ്പ് കളക്ഷൻ പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഒരുപാട് നോക്കി, പക്ഷേ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്നാലും റേറ്റിന് കുറവുമില്ല, അത്യാവശ്യം റേറ്റും ഉണ്ടെന്ന ആ ഒരു ഡിസൈനും കാര്യങ്ങളൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല.
എനിക്ക് ഖാദിയുടെ ഒരു ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അവരെ മെറ്റീരിയലൊക്കെ നല്ല കംഫർട്ടബിളാണ് ഇടാൻ വേണ്ടിയിട്ട്. നമുക്ക് ചൂടത്തൊക്കെ ഇടാൻ അവരുടെ മെറ്റീരിയൽ നല്ലതാണ്, നല്ല ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു കളക്ഷനിൽ ഞാൻ നോട്ടീസ് ചെയ്തത് അവരുടെ സ്ലീവ്സൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ലീവ്സിലൊക്കെ ഇങ്ങനെ എംബ്രോയിഡറിയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പേൾ വർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾക്ക് മെയിനായിട്ട് കാണുന്ന ഭാഗങ്ങൾ അതൊക്കെയാണല്ലോ, സ്ലീവ്, ദുപ്പട്ട അങ്ങനത്തെ കാര്യങ്ങളല്ല. അപ്പോൾ അതിൽ വർക്ക് വരുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇപ്രാവശ്യം ഞാൻ നോക്കിയ സമയത്ത് മിക്ക കുർത്ത ആയാലൊക്കെ അതിൻ്റെ സ്ലീവ്സിലും സ്ലിറ്റിലും ഒക്കെ നല്ല എംബ്രോയിഡറിയും നല്ല സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ പ്രിൻസ് ഒന്നും എനിക്ക് അങ്ങോട്ട് വലിയ ഇഷ്ടമായില്ല. ഈ ഒരു കുർത്തയൊക്കെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ, ഇടാൻ നല്ല സുഖമുണ്ടായിരുന്നു, നല്ല മെറ്റീരിയലായിരുന്നു. പക്ഷെ എന്താ പറയുക, നമ്മളെപ്പോഴും ഫ്ലോറൽ തന്നെ കാണുന്നത്, ഫ്ലോറലിൻ്റെ പല ടൈപ്പാണ് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനതെടുത്തില്ല. പിന്നെ ഈ ഒരു ഓറഞ്ച് കളർ ഷെയ്ഡ് വരുന്നതും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചു ഇതിനി ഞാൻ പിന്നെ ഇടുമോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മളിവിടെ UAE-ലാവുന്ന സമയത്ത് നമുക്ക് അങ്ങനെ സൽവാർ ഇടാനുള്ള ഓപ്ഷൻസ് വളരെ കുറവാണ്. നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോഴായാലും നമ്മളങ്ങനെ സൽവാറൊന്നും ഇടില്ല. പെട്ടെന്ന് കിട്ടുന്ന എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ട് പോകാമെന്നല്ലാതെ ഈ സൽവാറൊക്കെ ഇട്ട് ഒരുങ്ങി പോകാനുള്ള സമയമൊന്നും നമുക്കുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് വിചാരിച്ച് പിന്നെ ഞാനെങ്ങനെ നോക്കിയാലും ഒരു ബ്ലാക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നോക്കും. അങ്ങനെ ഈ ഒരു ഇത് ഇട്ട് നോക്കി. പക്ഷേ ഇതൊന്നും എനിക്കങ്ങനെ വലിയ ഇഷ്ടമായില്ല. കാരണം ഞാൻ എപ്പോഴും ബ്ലാക്ക് പ്രിഫർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ബ്ലാക്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഈ ഒരു യെല്ലോ ആയിരുന്നു കേട്ടോ. ഈ ഒരു യെല്ലോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതിൻ്റെ ആ ഒരു കുർത്തി കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ താഴെയൊക്കെ സ്കാലപ്പ് ഡീറ്റെയിലിങ്ങും സ്ലീവ്സ് ആയാലും നല്ല എംബ്രോയിഡറി ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ അത് മൊത്തം യെല്ലോ ആയിരുന്നു. കുർത്തിയും പാൻസും ദുപ്പട്ടയും ഒക്കെ യെല്ലോ ആയതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു യെല്ലോ ആയതുകൊണ്ട് എനിക്ക് അത്രയും യെല്ലോ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനത് വേണ്ടാന്ന് വിചാരിച്ച്. അങ്ങനെ സത്യം പറയുകയാണെങ്കിൽ എനിക്കൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് ഒരു ഡ്രസ്സ് ഞാൻ ഓൾറെഡി കുറച്ച് മുന്നേ വാങ്ങിച്ചു വെച്ചൊരു കോഡ് സെറ്റ് പോലത്തെ ഉണ്ടായിരുന്നു, ഒരു പാകിസ്ഥാനി കോഡ് സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ളൊരു ദുപ്പട്ടയും നോക്കിയിട്ട് പിന്നെ ഞാൻ അവിടുന്ന് പോന്നു ഖാദിന്ന്. ഞാനൊന്നും കാര്യമായിട്ട് എടുത്തില്ല. കാരണം ഇട്ടാവാതെ വെറുതെ വിലയും കൊടുത്ത് വാങ്ങിച്ചിട്ട് നമ്മൾ ഇട്ടില്ലെങ്കിൽ പിന്നെ അതിന് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ട് അവിടുന്ന് ഒന്നും എടുത്തില്ല. ആ ഒരു ദുപ്പട്ടയും വാങ്ങിച്ചിട്ട് ഞാൻ പോന്നു. പിന്നെ ഇതിപ്പം പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ വീഡിയോ കേട്ടോ. പെരുന്നാളിൻ്റെ തലേ ദിവസം നമ്മൾ പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ മോൾക്ക് മൈലാഞ്ചി വേണമെന്നാണ്, അങ്ങനെ മൈലാഞ്ചിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ലുലു പോയതായിരുന്നു. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ഈ സ്റ്റെൻസിൽസ് കണ്ടു. ഇപ്പോൾ കുറച്ചായിട്ട് ഈ സ്റ്റെൻസിൽസ് ഭയങ്കര പോപ്പുലറാണല്ലോ. ഇത് ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് നമുക്ക് ഇട്ട് കൊടുക്കാൻ. പക്ഷേ എനിക്കിത് ഇട്ടിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊക്കെ നോക്കി. എന്നിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചു എന്തെങ്കിലുമൊക്കെ ചെറിയ ഡിസൈൻ, മോളെ കയ്യല്ല എന്തെങ്കിലുമൊക്കെ ചെറിയ ഡിസൈൻ ഇട്ട് കൊടുത്താൽ മതി എന്ന് വെച്ചിട്ട് പിന്നെ ഞാനത് വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ നേരെ മദീന സയ്യിദ് പോയത്. കാരണം ലാസ്റ്റ് നോമ്പില്ല, നമ്മളാണെങ്കിൽ ഒരു ഈവനിങ് സമയത്ത് നമ്മൾ പുറത്തിറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സ്നാക്സോ കാര്യങ്ങളൊന്നും തന്നെ ആക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മദീന സയ്യിദിൽ ബലീമാസിൽ നിന്ന് കുറച്ച് സ്നാക്സ് വാങ്ങിച്ചു. ഇന്നിപ്പോൾ അങ്ങനെ നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചു. ലാസ്റ്റത്തെ നോമ്പ് അതുകൊണ്ട് തന്നെ ഞാനൊന്നും ഉണ്ടാക്കിയില്ല, നമ്മൾ പുറത്തുനിന്നാട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ബലീമാസിലെ സ്നാക്സ് നമുക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല രസമാണ് അവരുടെ സ്നാക്സൊക്കെ. നമുക്ക് ശരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കൂലേ അതേ ഒരു ടേസ്റ്റാട്ടോ അവരടുത്ത്. അതേപോലെ നല്ല ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. ചില ഇതിൽ നിന്ന് വാങ്ങിക്കുന്നത് എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ. കാരണം ആ ഒരു സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ, നമുക്ക് തിന്നുമ്പോൾ ഒരു വികാരം ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു വലിയ മാസത്തെ സ്നാക്സൊക്കെ വലിയ കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നോമ്പ് തുറക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം നമ്മൾ വാങ്ങിച്ചതൊക്കെ പ്ലേറ്റ് ചെയ്തു.
പിന്നെ വേഗം ഒരു മുഹബത്ത് കാ ഷർബത്തും ഉണ്ടാക്കി. അങ്ങനെ നമ്മളുടെ അവസാനത്തെ നോമ്പ് അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് തന്നെ നമ്മൾ തുറന്നു. പിന്നെ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മോൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. കാരണം അവളത് ഇട്ട് കൊടുത്ത് വേഗം ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൾ ഉറങ്ങുന്നതിൻ്റെ മുന്നേ അത് ഊരി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവൾക്ക് ഫസ്റ്റ് അങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ അവൾക്ക് പിന്നെ അങ്ങനെ മൈലാഞ്ചി ഇട്ടാൽ മതി, പിന്നെ അങ്ങനെ വലിയ ഡിസൈൻ വേണം, കുറേ വേണം, അങ്ങനത്തെ ഡിമാൻഡ്സ് ഒന്നുമില്ല. അപ്പം ഞാൻ 2 കൈയുടെയും പുറത്ത് മാത്രം ഇട്ട് കൊടുത്തു. ഉള്ളിലിട്ട് കൊടുക്കാൻ എനിക്ക് കുറച്ച് ഇതാട്ടോ, കാരണം അവൾ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് എല്ലായിടത്തും ആക്കും. അപ്പോൾ ഞാൻ അതുകൊണ്ട് പുറത്ത് മാത്രം ഒന്നും ഇങ്ങനെ ഇട്ട് കൊടുത്ത്. പൊതുവേ എനിക്ക് എല്ലാ പെരുന്നാൾക്കും പിടി ഉണ്ടാക്കാനുണ്ടാവും. കാരണം ഞങ്ങൾ പെരുന്നാളിൻ്റെ അന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് പിടിയാണ് കഴിക്കുക. പിടി, കുഞ്ഞിപ്പത്തിരി, അങ്ങനെ ചില സ്ഥലത്ത് ഓരോന്നാണ് പറയാറ്. ഞങ്ങൾ കുഞ്ഞിപ്പത്തിരി എന്നും പറയും, പിടി എന്നും പറയും. എൻ്റെ വീട്ടിൽ കുഞ്ഞിപ്പത്തിരി എന്നാണ് പറയാറ്. ഇപ്രാവശ്യം അത് ഉണ്ടാക്കാനില്ല, കാരണം നമ്മളുടെ മൂത്താപ്പാൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്. അപ്പം അവരത് അവിടെ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പണി എനിക്ക് ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ പെരുന്നാളായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാതെ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പുറത്ത് വൈറലായൊരു മനിയ പാസിൻ്റെ ഒരു ചീസ് കേക്ക് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ വരുന്നൊരു പുഡിങ്ങാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിപ്പം പെരുന്നാളിൻ്റെ അന്ന് രാവിലെ കേട്ടോ, നമ്മൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. രാവിലെ എണീച്ച് സുബഹിയൊക്കെ നിസ്കരിച്ച് പിന്നെ റെഡിയായി എന്നെ മോളെയൊക്കെ വിളിച്ചുണർത്തി അവളെയും കുളിപ്പിച്ച് അവളെയും റെഡിയാക്കി അങ്ങനെ നമ്മൾ പള്ളിയിൽ പോകും കേട്ടോ. ഇവിടെ പൊതുവേ കുറച്ച് നേരത്തെ ആണല്ലോ പള്ളി, നാട്ടിലെ അപേക്ഷിച്ച് ഇവിടെ കുറച്ച് നേരത്തെ ആണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ റെഡിയായിട്ട് നമ്മളിപ്പോൾ പള്ളിയിൽ പോവുകയാണ്. അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഒരു പള്ളിയിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ തന്നെ കേട്ടോ നമ്മൾ പ്രാവശ്യം പോകുന്നത്. ഈ പെരുന്നാളിൻ്റെ രാവിലെ ഒരു വേറെ തന്നെ ഒരു ഫീലാല്ലേ, രാവിലെ തന്നെ എണീച്ച് കുളിച്ച് റെഡിയായി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പം അത് നല്ലൊരു രസമാണ്. പിന്നെ ആ പള്ളിയിൽ പോകുമ്പം പള്ളിയിലും എല്ലാവരും നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ നോക്കാനൊക്കെ നല്ല രസമാണ്. ആ ഒരു പള്ളി പോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, നല്ല രസമാണത്. ആ ഒരു ഫീലിങ് ശരിക്കും ആ പള്ളിയിൽ പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു പെരുന്നാളിൻ്റെ ആ ഒരു ഫീലിംഗ് തന്നെ കിട്ടുന്നത്. നമ്മൾ പള്ളിയിൽ പോയി വന്ന് പിന്നെ നമ്മൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ നമ്മളുടെ മൂത്താപ്പാൻ്റെയും വെളാപ്പാൻ്റെയും ഒക്കെ വീട്ടിൽ പോയി അവരങ്ങനെ വിസിറ്റ് ചെയ്ത് പിന്നെ നമ്മളിന്നൊരു സ്റ്റേക്കേഷൻ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. നേരെ അങ്ങോട്ടേക്കാട്ടോ പോയത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് വീട്ടിലൊന്നും ഉണ്ടാക്കാതിരുന്നത് കേട്ടോ. നമ്മളിന്ന് ഈ സ്റ്റേക്കേഷൻ നമ്മൾ ഓൾറെഡി പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നാട്ടിൽ പോക്കൊക്കെ കൊള്ളായി. അപ്പോൾ എന്തായാലും എവിടെയെങ്കിലും പോയി നിൽക്കാമെന്നൊക്കെ വിചാരിച്ചു നമ്മൾ. അപ്പോൾ നമ്മൾ ജുമേറയിലുള്ള താജിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് നല്ല റേറ്റ്സിലായിരുന്നല്ലോ നമുക്ക് ഹോട്ടൽസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫാമിലീസിന് രാവിലെ തന്നെ പോയി വിസിറ്റ് ചെയ്ത്, കാരണം എന്നാൽ പിന്നെ നമുക്ക് വേഗം ചെക്ക് ഇൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, ചെക്ക് ഇൻ ഇപ്പോൾ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫാമിലീസിനൊക്കെ രാവിലെ തന്നെ പോയി വിസിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോയത്. റൂമിൽ കയറി ഒന്ന് സെറ്റിലായതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഈദ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കാനും സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഫുള്ള് ഹറിബറി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈദിനെടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ.
ഈ ഒരു സ്റ്റേക്കേഷൻ ശരിക്കും ഒരു റിലീഫ് തന്നെ ആയിരുന്നു. കാരണം ഇപ്പോൾ കുറച്ചായിട്ട് സ്കൂളൊന്നുമില്ല, ഓൺലൈൻ ക്ലാസ്സാണ്, പിന്നെ നോമ്പ്, അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഒരു പ്രശ്നങ്ങൾ, അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ആയിട്ട് നമുക്ക് മൈൻഡിനൊരു എന്താ ഒരു ഡിസ്റ്റർബൻസ് പോലെ ആയിരുന്നല്ലോ. നമുക്ക് ഇവിടെ എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവിടെ എല്ലാം നോർമൽ പോലെ തന്നെയാണ്. എല്ലാവരും അവരുടെ വർക്കിന് പോകുന്നുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് പുറത്തൊന്നും പോകാൻ അങ്ങനെ റെസ്ട്രിക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഉള്ളിൽ ഈ ഒരു ഭയം ഉണ്ടല്ലോ, നാളെ ഇപ്പോൾ എന്താവും എന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് എന്തായാലും ഒരു ദിവസം റിലാക്സ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഈവനിങ് ആയപ്പോൾ നമ്മൾ മെല്ലെ പൂളിലേക്കും ബീച്ചിലേക്കൊക്കെ ഇറങ്ങി. പക്ഷെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത ദിവസം ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, രസമുള്ളൊരു കാറ്റായിരുന്നു. പക്ഷെ കാറ്റ് കാരണം നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ഒരു കാറ്റായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ പൂളിലൊക്കെ കളിച്ച് അങ്ങനെ തിരിച്ചു വന്ന സമയത്ത് അവരൊരു ചെറിയൊരു സ്വീറ്റ് ട്രീറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്തെ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ചെറിയൊരു സ്വീറ്റ് ട്രീറ്റും കൂടി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂളിലൊക്കെ പോയി വന്ന് എല്ലാവരും ഫ്രഷായി. ഇനിയിപ്പോൾ ഒരു കോഫി കുടിച്ച് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ച്. നല്ല രസമാട്ടോ ഈ ഹോട്ടലിൽ. നമ്മളെ ബാൽക്കണിയിൽ നിന്നാൽ നമുക്ക് അറ്റ്ലാന്റിസും 2 അറ്റ്ലാന്റിസും നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു വ്യൂ ആയിരുന്നു നമ്മളെ ബാൽക്കണിയിൽ നിന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ് ഇതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ് കേട്ടോ. ഒരു പാകിസ്ഥാനി കോഡ് സെറ്റാണ്. സ്ലീവ്സിലൊക്കെ ഇങ്ങനെ എംബ്രോയ്ഡറി ഒക്കെ വരുന്നുണ്ട്. സിമ്പിൾ കോഡ് സെറ്റ്. ഇതാകുമ്പോൾ നമുക്ക് കാഷ്വലൊക്കെ യൂസ് ചെയ്യാം. കുറച്ചൊരു പാർട്ടി വെയറൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാനത് യൂസ് ചെയ്യില്ല, അത് വെറുതെ വേസ്റ്റാക്കി എടുക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പെരുന്നാൾക്ക് അധികം ഭയങ്കര പാർട്ടി വെയറൊന്നും എടുക്കില്ല, ഒരു നോർമൽ ടൈപ്പ് എടുക്കാറുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാഷ്മീസിൽ പോയി. അവരുടെ ഒരു ഫേമസ് ചൂസ ചിക്കൻ ഉണ്ടല്ലോ, അത് നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ അവിടെ പോയി ഡിന്നറൊക്കെ കഴിച്ച് പിന്നെ റൂമിൽ വന്ന് നമ്മളൊരു മൂവിയൊക്കെ വെച്ച് കുറച്ച് ഗെയിംസൊക്കെ കളിച്ച് പിന്നെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ എണീക്കുന്ന തന്നെ ഭയങ്കര മഴയുടെ സൗണ്ട് കേട്ടു കേട്ടോ. അന്ന് നല്ല ആ ഒരു UAE ആ ഒരു ഭയങ്കരമായിട്ടൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു ഫസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ നമ്മളുടെ ഈ ഒരു സ്റ്റേക്കേഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മഴ അവിടെ പെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഴയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ. താജ് ഹോട്ടലായതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ നമുക്ക് ഇന്ത്യൻ ഓപ്ഷൻസ് കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാത്തിനും കുറച്ചൊക്കെ എടുത്ത് ട്രൈ ചെയ്ത് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും റൂമിലേക്ക് തന്നെ പോയിട്ടോ. കാരണം നമുക്ക് ഏർലി ചെക്കിനും ലേറ്റ് ചെക്കൗട്ടും ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെക്കൗട്ട് ചെയ്യാൻ കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിൽ പോയി കുറച്ചും കൂടി നേരം കിടന്നുറങ്ങിയിട്ടൊക്കെയാണ് പിന്നെ ചെക്കൗട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മളുടെ കുറച്ച് ഈദ് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.